നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം, ആ കാന്തപുരത്തിന് പറയേണ്ടി വന്നു ഇത് രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള വേദിയല്ല എന്ന്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു. ആ സമ്മേളനത്തിലാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നത് എന്നെനിക്ക് തോന്നുന്നു. അതിൽ തന്നെ നിന്നിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയ സംവാദത്തിനോ രാഷ്ട്രീയ തർക്കത്തിനോ ഉള്ള വേദിയല്ല എന്ന് ഇരുത്തി പറയുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എല്ലാവരും കുറ്റം പറഞ്ഞു. മുഖ്യമന്ത്രി അങ്ങനെ കയറി പറഞ്ഞു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? മുഖ്യമന്ത്രി 58 മിനിറ്റോളം ദൈർഘ്യത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ എവിടെയും മുഖ്യമന്ത്രി ഒരു വർഗീയവാദമോ ഒരു രാഷ്ട്രീയമോ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യമന്ത്രിക്കറിയാം അവിടെ, അതായത് പിണറായി വിജയൻ അറിയാം അവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ സംസാരിക്കാൻ പറ്റിയ വേദിയല്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ആ പ്രസംഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ഈ സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ അക്രമങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരായി അവരെ വേട്ടയാടിക്കൊണ്ട് ഇരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിക്കെതിരെയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ നിന്നുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിച്ചത്. കാന്തപുരം എന്ന് പറയുന്ന നേതാവ് ഒരിക്കൽ പോലും ഈ പറയുന്ന ഒരു മത തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം എടുത്തിട്ടുള്ള പല നിലപാടുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ്. അതോടൊപ്പം തന്നെ കാന്തപുരത്തിൻ്റെ മറ്റൊരു സവിശേഷത കൂടി നമുക്കറിയാം. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആ രാഷ്ട്രീയ പാർട്ടിയെ സ്വീകരിക്കുന്ന സമയത്ത്, അതിൽ ലീഗ് കൂടിച്ചേർന്ന് നിൽക്കുന്ന സമയത്ത് ലീഗിന് വരെ മുന്നറിയിപ്പ് കൊടുക്കാൻ കാന്തപുരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവരെ ഉൾക്കൊള്ളിക്കരുത്, അവരെ ഉൾക്കൊള്ളിച്ചാൽ അവർ ലീഗിനെ തകർത്ത് കളയും എന്നുള്ളതാണ്. തീർത്തും മതരാഷ്ട്രവാദിയായ മതരാഷ്ട്രവാദി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാര്യം തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ എന്ന് പറയുന്ന ജനാധിപത്യ ക്രമത്തെ ഒന്നും അവർ യാതൊരു തരത്തിലും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവരെ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യം അദ്ദേഹം എടുത്തിട്ടുള്ള എല്ലാ കാലത്തും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, 90 വയസ്സിനപ്പുറം പ്രായമുണ്ട്, എന്നിരുന്നാൽ പോലും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളിൽ അദ്ദേഹം ഒരു കാലഘട്ടത്തിലും ഒരു ശകലം പോലും ഒരല്പം പോലും വെള്ളം അദ്ദേഹം ചേർത്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടത് എന്താണെന്നും സംസാരിക്കേണ്ട കാര്യങ്ങൾ എത്ര വസ്തുനിഷ്ഠമായി സംസാരിക്കണമെന്നും അറിയാവുന്ന ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി കയറി ഇന്ന് സംസാരിച്ചു തുടങ്ങി. ആ സംസാരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത്, ഉത്തരേന്ത്യയിൽ, രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും നടക്കുന്ന നരവേട്ടകളെക്കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി ആ വിഷയത്തിൽ എമ്പാടും സംസാരിച്ചു വന്നിരുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലല്ല രാജ്യത്ത് ന്യൂനപക്ഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷ വർഗീയത നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെക്കുറിച്ച്, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനെക്കുറിച്ച്, അവരെ ഈ രാജ്യത്ത് നിന്ന് ഓടിച്ചുവിടാൻ വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച്, പീഡനങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറയുന്ന ഒരു വേദിയാക്കി മുഖ്യമന്ത്രി ആ വേദിയെ മാറ്റുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞുപോയി. അതിനിടയിൽ കേരളത്തിലേക്ക് അദ്ദേഹം എത്തി. അപ്പോഴും മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരൊറ്റ വാക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പറയാൻ, ഇവിടെ ഭൂരിപക്ഷ ഒരു വർഗീയതയെ എതിർക്കാൻ വേണ്ടി മറ്റൊരു വർഗീയതയെ കൂട്ടുപിടിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് ഒരുപക്ഷെ അത് കാന്തപുരത്തിനും അത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. കാന്തപുരത്തിനും അതറിയാം, ഒരു വർഗീയതയെ ചെറുക്കാൻ വേണ്ടത് വർഗീയതയല്ല, ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയതയല്ല ഇവിടെ വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും, രാഷ്ട്രീയ സന്തുലനാവസ്ഥകളെയും അത് മാറ്റിമറിക്കും. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന വർഗീയ ലഹളകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ എന്താണ് ആകേണ്ടത്? മതേതര പക്ഷത്ത് നിൽക്കണം എന്ന് ശക്തമായി ഉദ്ഘോഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആ വേദിയിൽ വെച്ച് ചെയ്തത് എന്ന് ആ പ്രസംഗം 58 മിനിറ്റോളം ദൈർഘ്യമുള്ള ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ എവിടെയാണ് രാഷ്ട്രീയം അദ്ദേഹം കലർത്തിയത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അവിടെ എവിടെയും മുഖ്യമന്ത്രി രാഷ്ട്രീയം കലർത്തിയിട്ടില്ല. വസ്തുനിഷ്ഠമായി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനിടയിൽ കേരളത്തിൽ സംഭവിച്ച, അദ്ദേഹം MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ 70കളിൽ നടന്ന തലശ്ശേരി കലാപത്തെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു. ആ തലശ്ശേരി കലാപത്തിൽ അന്നൊരു പള്ളി ആക്രമിക്കാൻ വേണ്ടി, ആ കലാപത്തിനിടയിൽ പള്ളി ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഓടിയെടുത്ത RSS ഗുണ്ടകളെ അവിടെ തടഞ്ഞു നിർത്തിയ ഒരു UK കുഞ്ഞിരാമനെ കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു. അതായത് അവരുടെ ഒരു തീരുമാനമായിരുന്നു ദേവാലയങ്ങളടക്കം സംരക്ഷിക്കപ്പെടണമെന്നുള്ള പാർട്ടിയുടെ തീരുമാനം. ആ പാർട്ടിയുടെ തീരുമാനത്തെ തുടർന്ന് വാളണ്ടിയർമാരെ ഓരോ പള്ളികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി. അങ്ങനെ ആ പള്ളിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന UK കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ അവിടെ നിരന്നു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഈ ഒരുപറ്റം RSS ഗുണ്ടകൾ അവിടേക്ക് എത്തുന്നത്, വർഗീയവാദികൾ.
അവിടേക്കെത്തി. ഒടുവിൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ ചവിട്ടിയാൽ മാത്രമേ ഈ പള്ളി ആക്രമിക്കാൻ കഴിയൂ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു സഖാവിൻ്റെ പേരാണ് UK കുഞ്ഞിരാമൻ. ആ കുഞ്ഞിരാമനെക്കുറിച്ച് അദ്ദേഹം വേദിയിൽ പരാമർശിക്കുകയും ചെയ്തു. അങ്ങനെ പരാമർശിച്ചു. ഒടുവിൽ ആ UK കുഞ്ഞിരാമന് സംഭവിച്ച കാര്യം എന്തായിരുന്നു എന്നുള്ളതൊന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഈ പള്ളിക്ക് കാവൽ നിന്നു, പക്ഷേ ഞങ്ങളുടെ ശരീരത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങൾക്ക് ഈ പള്ളിയിൽ തൊടാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം അവരതിന് തയ്യാറാകാതെ RSSകാർ മടങ്ങിപ്പോയി. അതേസമയം കുഞ്ഞിരാമനെ അവർ വെറുതെ വിട്ടില്ല. ആ സഖാവിനെ അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞു, ആ കാവൽ നിൽപ്പും കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു RSS ഗുണ്ടകൾ ചെയ്തത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം വേദിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു. പിന്നീട് നടന്ന മാറാട് കലാപത്തെക്കുറിച്ചും പൂന്തുറ വെടിവയ്പ്പിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വാചാലനായി. മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ സ്വസ്ഥതയെയും സന്തുലനാവസ്ഥയും നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ തികഞ്ഞ മതേതരവാദിയായി മാറി മതേതരത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു മുഖ്യമന്ത്രി അത്രയും പറഞ്ഞു നിർത്തിയത്. എന്നാൽ അവിടെ നമുക്കറിയാം, ഇവിടുത്തെ ശിവഗിരി മഠാധിപതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനുശേഷം മറുപടി പ്രസംഗത്തിനായി VD സതീശൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറയുന്നു. ഇവിടെ വർഗീയതയുടെ വിഷം പുരണ്ട ആളുകളെ കാറിനകത്ത് കയറ്റിക്കൊണ്ടു പോകുന്നതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവിടെ ആരാണ് രാഷ്ട്രീയം പറയുന്നത്? അതെ, VD സതീശൻ തന്നെയാണ് രാഷ്ട്രീയം സംസാരിച്ചത്. VD സതീശൻ അത് പറഞ്ഞാലേ പറ്റൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ UDF അല്ലെങ്കിൽ VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇടതുപക്ഷത്തിനെതിരായി പ്രചരിപ്പിക്കുന്ന ഒരു വല്ലാത്ത തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സർക്കാരാണെന്നും ആ സർക്കാരിനെ നയിക്കുന്ന CPMന്റെ മുഖമുദ്ര തന്നെ ഈ ന്യൂനപക്ഷ വിരോധമാണ് എന്നും വരുത്തി തീർക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും തെറ്റുകാരാണ്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ന്യൂനപക്ഷങ്ങളെ കേരളത്തിൽ നിന്ന് തുരത്തുകയാണ്. അതിന് സംഘപരിവാറിൻ്റെ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ധ്വനിപ്പിക്കൽ അല്ലെങ്കിൽ തരത്തിലുള്ള ഒരു നുണപ്രചരണം കേരളത്തിലെമ്പാടും അഴിച്ചുവിടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് UDF. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വരുന്നത്? SDPയെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് മതരാഷ്ട്രവാദികളെ, രണ്ട് മതഭീകരവാദികളെ കേരളത്തിൻ്റെ മണ്ണിൽ നിലം തൊടാൻ അനുവദിക്കില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ. അവരുമായി സന്ധി ചെയ്തിരിക്കുന്ന UDF ഇവിടുത്തെ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പല തവണയായി പറഞ്ഞു കഴിഞ്ഞു. ആ നിലപാട് തന്നെ ഇടതു നേതാക്കന്മാരും സ്വീകരിച്ചു. എന്നാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം പണ്ട് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിനിടയിൽ ഒരു PR-കാരൻ എഴുതി കൊടുത്ത വാചകങ്ങൾ അദ്ദേഹം മലപ്പുറത്തിന് അനുബന്ധിച്ച് പറഞ്ഞു. അവിടെയും അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. അവിടെ മുതൽ ഇന്നോളം ന്യൂനപക്ഷ വിരോധിയാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് കേരളത്തിൽ വോട്ട് തണ്ടാൻ ഇറങ്ങുന്ന ഒരു കൂട്ടമാണ് VD സതീശൻ്റേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് VD സതീശൻ ഭയന്നുപോയി. ലക്ഷക്കണക്കിന് കൂടിയിരിക്കുന്ന സമസ്തയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന നിരവധിയായ വിശ്വാസികൾ, നല്ല ഒന്നാന്തരം ഇസ്ലാമിസ്റ്റുകൾ, അവരാരും ഭീകരവാദികളല്ല. അവരെല്ലാം കേരളത്തിൻ്റെ മതേതര മുഖം കാത്തുരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണെന്നേ, കേരളത്തിലെ ആളുകളാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സധൈര്യം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ 60 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതോ ഹിന്ദുക്കളുണ്ട്, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരുണ്ട്. 5 ലക്ഷത്തോളം വീടുകൾ കൊടുക്കുന്നുണ്ട്. ആ 5 ലക്ഷം വീടുകൾ വാങ്ങുന്ന ആ കൂട്ടത്തിലുമുണ്ട് എല്ലാ മതക്കാരും. ഇന്ന മതക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നു, ഇന്ന മതക്കാർക്ക് മാത്രമേ കൊടുക്കൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ആരുടെയും ഉള്ളിൽ വേണ്ട എന്ന് മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുന്നു. ആ കേട്ടിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെല്ലാവരും ശ്രദ്ധിച്ച് വളരെ മൗനം അവലംബിച്ച് തന്നെയാണ് അവരെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ മതരാഷ്ട്രബോധത്തെ അല്ലെങ്കിൽ മതബോധത്തിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ ബോധത്തെയും ഒരു മതേതര ബോധത്തെയും അവർ ഉൾക്കൊള്ളുകയാണ്. അതിലൂടെ ആ ന്യൂനപക്ഷം മുഴുവൻ ഇടതു സഹയാത്രികരായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് വോട്ടുകൾ ചേർക്കപ്പെടും എന്ന് ഭയക്കുകയാണ് VD സതീശൻ അവിടെ ചെയ്യുന്നത്. അവിടെ സംസാരിക്കേണ്ട രാഷ്ട്രീയമായിരുന്നില്ല. അവിടെ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ അവിടെ കൊണ്ടുവന്നിട്ടത്? വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ കാറിൽ കയറ്റിയ സംഭവം എന്തിനാണ് അവിടെ പറയേണ്ട ആവശ്യം? അപ്പോൾ ഒരു 10 വോട്ടിന് വേണ്ടി എന്തും വിളിച്ച് എവിടെയും നിൽക്കുന്ന സ്ഥലം പോലും മറന്നുകൊണ്ട് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് VD സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ അവിടെ മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ അതവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ എന്താണ് സംഭവം നടക്കുന്നത്? അവിടെ കേരള മുസ്ലിം ജമായത്തിൻ്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനം, അവിടെയാണോ കയറി ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇയാളെ വണ്ടി കയറ്റി കഥ പറയേണ്ട ആവശ്യം എന്തായിരുന്നു?
വെള്ളാപ്പള്ളി നടേശനെ. അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇസ്ലാം വിരുദ്ധനാണ് എന്നുള്ള തരത്തിൽ മുദ്ര കുത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അവിടെ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. അവിടെ പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? മുഖ്യമന്ത്രി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ വീട് കൊടുത്തത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല, ഇന്ന വിഭാഗത്തിന് മാത്രമേ ഞങ്ങൾ വീട് കൊടുക്കൂ എന്നൊന്നില്ല, ഇന്ന വിഭാഗത്തിന് ഞങ്ങൾ വീട് കൊടുക്കില്ല എന്നുമില്ല, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട എല്ലാ മനുഷ്യർക്കും ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നു എന്നാണ് പിണറായി വിജയൻ അവിടെ പറഞ്ഞത്. അത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം എന്താണ്? ആ കൂടിയിരിക്കുന്ന അത്രയും ഒരു വലിയ പുരുഷാരം മുസ്ലിങ്ങളുടെ അവരെല്ലാവരും തെറ്റിദ്ധരിക്കും. എന്ത് തെറ്റിദ്ധരിക്കും? മുഖ്യമന്ത്രി മതേതരവാദിയാണെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി നിൽക്കുന്നതും എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി. അപ്പോൾ അതായത് ഒരു ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കൂടി CPM-ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ഭീകരമായ സംശയം ഈ പറയുന്ന VD സതീശനെ ചുഴന്നു നിന്നു. VD സതീശൻ ഉണ്ടായി, സ്വാഭാവികമാണ്. കാര്യം അത്രത്തോളം ഇതോടുകൂടി തന്നെയാണ്, അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ കേട്ടത്. അവിടെ മനസ്സിലാക്കേണ്ടത് അവർ ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു മതേതര ഭാവം, ഞങ്ങൾ കേരളീയരാണ് എന്നുള്ളൊരു ബോധം നിറഞ്ഞു നിൽക്കുന്നവരാണ് ഈ കാന്തപുരത്തിൻ്റെ അനുയായികൾ എന്നുള്ള വിവരം VD സതീശൻ മറന്നുപോയി. അപ്പോൾ അവിടെ കയറിയുന്നതുകൊണ്ട് രാഷ്ട്രീയം പ്രസംഗിക്കുക എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? അവിടെ രാഷ്ട്രീയം പറയേണ്ട വേദിയാണോ? അല്ല. അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയേണ്ട ഒരു വേദിയായിട്ടാണോ അതിനെ കാണേണ്ടത്? അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പറയുകയാണ് നമ്മൾ വേണ്ടത്. അതിനെ ചെറുക്കേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിന് മറുപണി അല്ലെങ്കിൽ മറുമരുന്നിടുകയല്ല വേണ്ടത്. പകരം മതേതരത്വം മാത്രമാണ് അതിനെ ചെറുക്കാനുള്ള ഏക പോംവഴി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ എങ്ങനെയാണ് VD സതീശൻ്റെ മുന്നിലേക്ക് ഇത്തരം വരുന്നത്? മതേതരത്വം പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസംഗിക്കാൻ മാത്രമാണോ മതേതരത്വം എളുപ്പം? കേരളം നിലനിന്ന ജന്മം കൊണ്ട കാലം മുതൽ തന്നെ ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു വലിയ വിശ്വാസം അല്ലെങ്കിൽ വലിയ ബോധം നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നേ, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളവർ, മലപ്പുറത്തടക്കമുള്ള ജനങ്ങൾ ഇന്നും വളരെ സ്വൈര്യത്തോട് സമാധാനത്തോടു കൂടി നമ്മുടെ കേരളത്തിൽ ജീവിച്ചു പോരുന്നത്. അല്ലാതെ പിന്നെ ഇവരാരും തീവ്രവാദികളൊന്നും ആയിരുന്നില്ല. നമ്മളും എതിർക്കപ്പെടേണ്ടത് SDP ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ ക്രമത്തെ പോലും വിശ്വാസമില്ലാതെ മുന്നോട്ട് പോയ ആളുകൾ, അവരാണ് ശരിക്കും എതിർക്കപ്പെടേണ്ടത്. അല്ലാതെ ഈ പറയുന്ന കാന്തപുരത്തിൻ്റെ അനുയായികളല്ല, മുസ്ലിം ലീഗുകാരല്ല എതിർക്കപ്പെടേണ്ടത്. അത്തരക്കാരെ അകറ്റി നിർത്തുകയാണ് വേണ്ടത്. അത്തരക്കാർക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്. എന്നാൽ UDF എന്താ ചെയ്യുന്നത്? UDF മതരാഷ്ട്രവാദികളെ ഒപ്പം ചേർത്തുകൊണ്ട് 10 വോട്ടിന് വേണ്ടി അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. പലരും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടിയും ഏറ്റവും ഒടുവിൽ UDF-നകത്തെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ലീഗ് പോലും അവരുടെ മുഖമുദ്ര മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒപ്പം ചേർക്കാൻ തയ്യാറായി. അതല്ലേ വസ്തുത, അതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ ഈ വർഗീയ ശക്തികളുമായി, ന്യൂനപക്ഷ വർഗീയ ശക്തികൾ എന്ന് തന്നെ പറയാം, വർഗീയ ശക്തികളുമായി കൂടിച്ചേർന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന ഈ മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവരെ പക്ക വർഗീയവാദികൾ, ഭൂരിപക്ഷ വർഗീയവാദികളാക്കി മാറ്റുകയാണ് ശരിക്കും VD സതീശൻ ആ വേദിയിൽ നിന്നുകൊണ്ട് ചെയ്തത്. ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് ഒരു പറ്റത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് VD സതീശൻ നടത്തുന്ന രാഷ്ട്രീയം. ഇത് VD സതീശൻ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കേരളത്തിലുള്ള സകലമാന മുസ്ലിങ്ങളെയും, മതേതര വിശ്വാസികളായ എല്ലാ മുസ്ലിങ്ങളെയും മനസ്സ് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഉള്ളിലേക്ക് ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് VD സതീശൻ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി AP അബൂബക്കർ മുസ്ലിയാർക്ക് മനസ്സിലായി. VD സതീശൻ പറയുന്നതിനകത്ത് യാതൊരു കഴമ്പുമില്ല. അവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി അവിടെ നടത്തിയ വെറും വാചക കസർത്ത് മാത്രമാണ് അത് എന്നുള്ള കാര്യം കൃത്യമായി അബൂബക്കർ മുസ്ലിയാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു താക്കീത് കൊടുക്കേണ്ടി വരുന്നത്. കാരണം എന്താണ്? അവിടെ രാഷ്ട്രീയം പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ മൈതാനങ്ങളിലേക്ക് പോകൂ. ഇവിടെ പറയുന്ന UDF നടത്തുന്ന കേരള യാത്രകളിലേക്ക് പോകൂ. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കൂ. വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയതും കയറ്റാത്തതും ഒക്കെ അതൊക്കെ ഓരോ ഇഷ്ടമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ തൽക്കാലം ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയാത്തതിലുള്ള നിരാശയാണല്ലോ ഇപ്പോൾ VD സതീശനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാലത്ത് നമ്പാൻ കഴിയില്ല എന്നുള്ളതും. പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഈഴവരുടെയും വോട്ടുകൾ കൃത്യമായി ഏതെങ്കിലും ഒരു പെട്ടിയിലേക്ക്, അയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പെട്ടിയിലേക്ക് വീഴും എന്ന് കരുതുന്ന ഒരു തെറ്റായ സമീപനമുണ്ട്, തെറ്റായ രീതിയാണത്. NSS വിചാരിച്ചു കഴിഞ്ഞാൽ NSSൻ്റെ വോട്ടുകളെല്ലാം പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും, കേന്ദ്രീകരിക്കപ്പെടും എന്ന് കരുതുന്ന ചില സമീപനങ്ങളുണ്ട്. അല്ല, അതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവുമില്ല.
പക്ഷേ ഈ NSSും SNDPയും എടുത്ത നിലപാടുകളോട് ഈ പറയുന്ന VD സതീശന് അത്രയ്ക്കും ഇങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. VD സതീശന് ഭയമുണ്ട്. VD സതീശന് എവിടെ ഏതൊരു അവസരം കിട്ടിയാലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും, വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കും. വർഗീയതയുടെ പേരിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ VD സതീശൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഉദാത്ത മാതൃകയാണ് ഇന്നലെ കാന്തപുരത്തിൻ്റെ ആ വേദിയിൽ വെച്ച് നമ്മൾ കാണുന്നത്. എവിടെയും എന്തും പറയാൻ കഴിയുന്ന തരത്തിലുള്ള എന്ത് കാപട്യവും വിളിച്ചു കൂവാൻ കഴിയുന്ന, എന്ത് കള്ളത്തരവും നുണപ്രചരണവും നടത്താൻ മടിയില്ലാത്ത ഒരു വിഭാഗമായി സത്യം പറഞ്ഞാൽ UDF അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.